സാറേ, ശശി തരൂർ മോദിയെ പുകഴ്ത്തിയതിന് പിന്നാലെ തന്നെ കേരളത്തിൽ ബി.ജെ.പിയുടെ അധ്യക്ഷൻ ശശി തരൂരിനെ പുകഴ്ത്തിയിരിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും പരസ്പരം പുകഴ്ത്തി മുന്നേറുകയാണോ? എന്താണ് കേരളത്തിൽ? അതായത് നമ്മൾ വെള്ളത്തിൽ കമ്പിട്ടടിച്ചാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? അതിൻ്റെ ഓളം ചിലപ്പോൾ അടിച്ചെടുക്കണം വേറെ സ്ഥലത്തായിരിക്കും, നമ്മൾ ഓരോരുത്തരായിരിക്കും അടിക്കുന്നത്. അതിങ്ങനെ റിപ്പിൾ എഫക്റ്റിൽ അങ്ങ് താഴെ വരെ പോകും. മോഡി ആരും പ്രകീർത്തിക്കുന്നു? ശശി തരൂർ. ശശി തരൂരിനെ ആരും പ്രകീർത്തിക്കുന്നു? സത്യസന്ധനാണ് പറയുന്നത്. ശശി തരൂർ. എന്താണ് ഇതിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ്, മനസ്സിലായില്ലേ? രാഷ്ട്രീയം ഇതാണ്. രാഷ്ട്രീയത്തിൽ പക്ഷേ കോൺഗ്രസിലെ സതീശനും രമേശ് ചെന്നിത്തല ഒരു കസേരയുമായിരിക്കുകയാണ് അടുത്ത തവണ മുഖ്യമന്ത്രിയാവാനിരിക്കുകയാണ്. ആ ചാൻസ് കൂടെ നഷ്ടപ്പെടുന്നത്. അതായത് ഒരു ശശി തരൂരൊക്കെ മനസ്സിലാക്കേണ്ടത് എല്ലാം പറയുന്നതല്ല രാഷ്ട്രീയം, ചിലത് പറയാതിരിക്കലും കൂടെയാണ്. എപ്പോഴും വാദം നമ്മൾ സംസാരിക്കുന്നതല്ല രാഷ്ട്രീയം, പലതിനോടും പ്രതികരിക്കുന്നതല്ല രാഷ്ട്രീയം, പ്രതികരിക്കാതിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ കാരണം ശശി തരൂരിൻ്റെ പാർട്ടിക്കാരൻ നേതാവിനെ വെച്ച് തന്നെ പറയാം. കരുണാകരൻ ലീഡർ ഉണ്ടായിരുന്നു. ലീഡറിനോട് ചില കാര്യങ്ങൾ ലീഡർ കണ്ണിറക്കി കാണിക്കും. അദ്ദേഹത്തിന് മാസ്റ്റർ പീസാണത്. കണ്ണിറക്കിയതിൻ്റെ അർത്ഥം എന്താണ്? നീ ചോദിക്കേണ്ടടാ, ഞാൻ പറയില്ല എന്നുള്ളത്. അതൊരു രാഷ്ട്രീയമാണ്. നയനാരോട് ചോദിക്കും, പുള്ളി തമാശ പറഞ്ഞ് അതിനെ ചോദ്യത്തിൽ നാശക്കോട്ടയാക്കും, ഉത്തരം പറയില്ല. ശശി തരൂർ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് വലിയ റിപ്പിൾ എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ശശി തരൂർ രാവിലെ അടിച്ച് മോഡി ചുമ്മാ ഒന്ന് ട്വീറ്റ് ചെയ്യുന്നു, മോഡി കൊള്ളാം, ഉക്രൈൻ സഹകരണങ്ങൾ. ഉടൻ തന്നെ കുറച്ച് കഴിയുമ്പോൾ സുരേന്ദ്രൻ എന്ത് പറയുന്നു? ശശി തരൂർ കൊള്ളാമെന്ന് പറയുന്നു. എങ്ങനെയാണ് കോൺഗ്രസിന് താഴെ ഇറങ്ങി ക്യാമ്പയിൻ നടത്താൻ പറ്റുക? ഇടക്കാലത്ത് ഇത് നമ്മുടെ LDF-മായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു. അപ്പൊ രാവിലെ പിന്നെ വികസന കേരളം എന്ന് ശശി തരൂർ പറയുമ്പോൾ കുറച്ച് ബാലനും ഗോവിന്ദനും അടക്കമുള്ളവർ സത്യസന്ധനാണ്, മിടുക്കനാണ്, വിശ്വപൗരനാന്ന് പറയും. അപ്പൊ തമാശ എന്തറിയാവും? ഈ എല്ലാ ദിവസവും രാഷ്ട്രീയ നേതാക്കൾ കിടന്നുറങ്ങുമ്പോൾ പിറ്റേ ദിവസം രാവിലെ മാക്സിമം പണി അപ്പുറത്ത് കൊടുക്കണം എങ്ങനെയാണെന്ന് ആലോചിച്ചുകൊണ്ടാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ രാവിലെ കുളിച്ച് കുട്ടപ്പനായി സുന്ദരനായി വന്ന് ടി വിയുടെ മുമ്പേ, ഇപ്പോൾ ചാനലിൻ്റെ പ്രളയമാണല്ലോ, അതിൻ്റെ മുമ്പിലൊക്കെ വരാൻ നിൽക്കുമ്പോഴാണ് തപോനെ എഴുതി കാണിക്കുന്നത്. ഗ്യാസ് പോയില്ലേ? നേതാക്കളുടെ ഗ്യാസ് പോവും. നേതാക്കളുടെ പോകുന്ന അണികളുണ്ട് താഴോട്ട്, അവർക്കിത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അല്ലെ, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിരന്തരം ഈ ബി.ജെ.പിക്ക് അനുകൂലമായി LDF-ന് അനുകൂലമായി പ്രസ്താവനകൾ ഉണ്ടായിട്ടും ശശി തരൂരിനെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിനോ ദേശീയ നേതൃത്വത്തിനോ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ശശി തരൂരിന് രണ്ട് കാര്യങ്ങളുണ്ട് ശശി തരൂരിൽ, അത് നമ്മൾ പറയണം. ഒന്ന്, ശശി തരൂരിനെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസ്സിലുണ്ട്. പിന്നെ സാമ്പത്തികമായും വളരെ മെച്ചമുള്ള ആളാണ് ശശി തരൂരിന്. വെൽ സൗണ്ടായിട്ടുള്ള സാമ്പത്തികം പുള്ളിയുടെ കയ്യിലുണ്ട്. പുള്ളി വിചാരിച്ചാൽ ഒരുപാട് സാമ്പത്തികം മൊബിലൈസ് ചെയ്യാനും പറ്റും. അത് നമ്മൾ ഒരാളുടെ കഴിവായിട്ട് തന്നെ കാണണം. ഇപ്പം നിർമ്മല സീതാരാമൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അവർ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പണം മൊബിലൈസ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അവരൊരു കറപ്റ്റഡ് സ്ത്രീ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ജയിച്ച മന്ത്രിയാവുമല്ലോ. അവർക്ക് ഏതെങ്കിലും അംബാനിയോ ആരെങ്കിലും അദാനിയോ അല്ലെങ്കിൽ അത് വേണ്ടേ, തമിഴ്നാട്ടിൽ തന്നെ ഏതെങ്കിലും മുതലാളി വരെ വിളിച്ചു പറഞ്ഞെങ്കിൽ എല്ലാ കോടിയും സ്പോൺസർ ചെയ്യുമായിരുന്നു. പക്ഷേ അവരത് ചെയ്യത്തില്ല. അവർ വളരെ ട്രാൻസ്പെറൻറ്റ് ലേഡി ആയതുകൊണ്ടാണ്, വിമൻ ആയതുകൊണ്ടാണ് അവർ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല, ഞാൻ മത്സരിക്കുന്നില്ല. പക്ഷേ ശശിധരൻ്റെ അത്യാവശ്യത്തിന് സാമ്പത്തികം സ്വന്തമായിട്ടുമുണ്ട്. കാരണം നല്ല വരുമാനമൊക്കെ ഉണ്ടായിരുന്ന ജോലിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ സാമ്പത്തികമുണ്ട്, ടാക്സിലെസ് പൈസയൊക്കെ ആണല്ലോ അവിടുത്തെ ജോലി, സാമ്പത്തികമുണ്ട്. അല്ലെങ്കിൽ നല്ല വെൽ ടു ഡു ഫാമിലിയൊക്കെയാണ്. അപ്പോൾ നല്ല പൈസയുണ്ട്, വിചാരിച്ചാൽ പണം മൊബിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പേഴ്സണാലിറ്റി ഉണ്ട്. പേഴ്സണാലിറ്റി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇനി ബി.ജെ.പിയിലോ മാർക്സിസ്റ്റിലോ പാർട്ടിയിൽ പോയാൽ തൽക്കാലം ഒരു ക്ഷീണം ഉണ്ടാവും. അദ്ദേഹം ഇങ്ങനെ സ്വന്തം പാളയത്തിൽ നിന്നും മറ്റു പാർട്ടിയെ പുകഴ്ത്തുന്നതിനേക്കാൾ ഈ ഏതെങ്കിലും ബി.ജെ.പിയിലേക്കോ LDF-ലേക്കോ. പക്ഷെ ബി.ജെ.പിയിൽ പോയാൽ പുള്ളി എന്ത് ചെയ്യും? പുള്ളിയെ മന്ത്രിയാക്കോ? അറിയില്ലല്ലോ. ഇനി LDF-ൽ പോയാലോ? LDF-ൽ ഈ പറഞ്ഞത് ഇതുപോലെ ആരെല്ലാം പോയി, സെബാസ്റ്റ്യൻ പോൾ പോയി, ഡോക്ടർ മനോജ് പോയി, പിന്നെ പ്രൊഫസർ M.K. സാനു പോയി, T.K. ഹംസ പോയി. LDF-ൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു പ്രാവശ്യം ചിന്തിക്കും, അല്ലാതെ സ്ഥിരമായിട്ട് LDF-ന്റെ പാർട്ടി സെക്രട്ടറി ഒന്നും ആകൂലല്ലോ. ഇടക്കാലത്ത് രാഹുൽ ഗാന്ധി ഗുജറാത്തിൽ പോയി ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഈ ബി.ജെ.പി കോൺഗ്രസിൽ മുഴുവൻ ബി.ജെ.പിക്കാരാണ്, ബി.ജെ.പിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നവരാണ് പല കോൺഗ്രസ് നേതാക്കളും എന്ന ഒരു പ്രസ്താവന ഗുജറാത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നേതാക്കൾ ഉണ്ടെങ്കിൽ താൻ ശക്തമായി നടപടി എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ബി.ജെ.പിക്ക് അനുകൂലമായി പ്രസ്താവന ഇറക്കുന്ന പരിപാടിയാണോ ശശി തരൂർ നടപ്പിലാക്കുന്നത്? അല്ലെ, അതങ്ങനെ സംശയിക്കേണ്ടി വരും. ശശി തരൂർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണ്? എതിരാളിക്ക് ഗുണം ഉണ്ടാക്കുന്ന പണിയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രസ്താവന കൊണ്ട് തീരുന്നതല്ല. ശശി തരൂർ പ്രസ്താവന പറയുമ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, ഇപ്പോൾ സാധാരണ മണ്ഡലം പ്രസിഡന്റ് പ്രസ്താവന പറഞ്ഞാൽ സുരേന്ദ്രൻ ഏറ്റെടുക്കുമോ? ഇല്ലല്ലോ. അപ്പം ശശി തരൂർ ഒരു ടോപ്പ് ലീഡറാണ്. അപ്പോൾ സുരേന്ദ്രൻ ഉടനെ മറുപടി പറഞ്ഞു. അപ്പോൾ ഈ ഒരു ബി.ജെ.പി ചാരനാണോ അദ്ദേഹം? ചാരനൊന്നും അല്ല. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അറിയാം, ഒരു എക്സിബിഷനിസം ഉണ്ടല്ലോ, ഒരു പ്രദർശിപ്പിക്കലുണ്ട് ഒരാളിനെ.
ഉദാഹരണം പറയാം, എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം എന്നറിയാമോ? ഈ പാട്ട് പാടിക്കൊണ്ട് ഈ ഗ്രൂപ്പ് ഗാനമേള നടത്തുമല്ലോ, അപ്പോൾ ഒരാൾ കൈ ഉയർത്തു ഇടയ്ക്ക്, ഏതെങ്കിലും ഒരാൾ. അപ്പോൾ ഈ ക്യാമറയിലും വീഡിയോയിലും ആഡിയൻസിൻ്റെ അറ്റൻഷൻ മുഴുവൻ ആർക്ക് കിട്ടും? മറ്റുള്ളവർ വളരെ സത്യസന്ധമായി പാടി എങ്ങനെയും ജയിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് കൈ എടുത്ത് കാണിക്കുക, കണ്ണിറക്കി കാണിക്കുക, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഗിമ്മിക്കുകൾ കാണിക്കുക എന്ന് പറഞ്ഞാലൊക്കെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ട് പലപ്പോഴും തോന്നും. കാരണം പുള്ളിയുടെ പ്രസ്താവന എന്തല്ല, പലത് സത്യസന്ധമല്ല. ഇത് ഈ ഒരു ഇഷ്യൂ പറയുന്നു, ചാടിക്കളിക്കുന്നു, അടുത്ത നിമിഷം പറയും. ഇനിയിപ്പോൾ നാളെ വേണം, ഇപ്പം നോക്കിയോ, ഇതിൽ തന്നെ ഒരു തമാശ നടക്കും, വളരെ തമാശ നടക്കും. പിന്നെ സ്റ്റാർട്ടപ്പ് കാര്യങ്ങളിൽ പിണറായിയെ പൊക്കി പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതോ ലേഖനത്തിലോ എന്തോ എഴുതുകയൊക്കെ ചെയ്തു, ഈ സ്റ്റാർട്ടപ്പ് കൊള്ളാമെന്നൊക്കെ. കോൺഗ്രസ്സുകാരെല്ലാം കൂടി കൊങ്ങാക്കി പിടിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് കിട്ടിയ കണക്ക് തെറ്റിപ്പോയി, ഡേറ്റ തെറ്റി. അപ്പം വിശ്വപൗരന് ഡേറ്റ തെറ്റാൻ പാടുണ്ടോ? ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ തെറ്റാൻ പാടില്ലല്ലോ. അപ്പം മോശമല്ലേ? അപ്പം അല്ലേ അതിൽ ഉറച്ചിരിക്കണമായിരുന്നു, ഞാൻ ശരി ആ പറഞ്ഞത് കറക്റ്റാണ്. ഇതിപ്പോൾ ആരെങ്കിലുമൊക്കെ കയറി പിടിക്കും. ഇപ്പം ചാനലുകളെല്ലാം വരുമല്ലോ, പിടിക്കുമ്പോൾ പുള്ളി ഉടനെ പറയും ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, അത് പുള്ളി ചാടും. അങ്ങനെ ചാടുമ്പോൾ വ്യക്തിത്വം നഷ്ടപ്പെടും, പൊളിറ്റിക്കൽ ഇമേജും വ്യക്തിത്വം നഷ്ടപ്പെടും. പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് ഇതെല്ലാം ഉള്ളതാണ് കോൺഗ്രസ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ കേരളത്തിലെ BJP-യുടെ അവസ്ഥ കണ്ടിട്ടായിരിക്കുമോ ഇങ്ങോട്ട് ചാടാത്തത്? കാരണം അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കാനുള്ള കഴിവ് വിജയിപ്പിച്ചെടുക്കാനുള്ള കഴിവില്ല. അതേ രാജ്യസഭയിൽ അങ്ങനെ പോയി മന്ത്രിയാവുക എന്നുള്ളതാണ് പറ്റുന്നത്. രാജ്യസഭയിലൂടെ പോയി BJP കൊണ്ടുപോയി, കാര്യം ലോക്സഭയിൽ പറ്റത്തില്ലല്ലോ, പാർട്ടി മാറുമ്പോൾ സ്ഥാനം പോകുമല്ലോ. രാജ്യസഭയിൽ കൊണ്ടുപോയി അത് BJP വിചാരിച്ചാൽ പറ്റും, കൊണ്ടുപോയി എന്താക്കുക, മന്ത്രിയാക്കുന്നുള്ളൂ. പക്ഷേ അപ്പോഴും പ്രശ്നമുണ്ട്. പുള്ളി BJP-ക്കെതിരെ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുത്വം ഉള്ള ആളല്ല, ലേഖനം എഴുതിയിട്ടുണ്ട്, പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞ മുഴുവൻ പുള്ളി എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി പറയേണ്ടി വരും. ചുമ്മാ പറഞ്ഞതല്ല, പുള്ളി പുസ്തകം എഴുതിയിട്ടുണ്ട്, ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഇടയ്ക്കും പറഞ്ഞായിരുന്നു, ഒരു പ്രഭാഷണം നടത്തിയായിരുന്നു, ഹിന്ദുത്വത്തിന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ ഹിന്ദുവാണ്, പക്ഷേ മോഡിയുടെ ഹിന്ദുത്വം പരിപാടികൾക്കൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് അടിസ്ഥാനപരമായി ആശയപരമായി പറയുകയും അപ്പോൾ പുട്ടിന് തേങ്ങ എടുപ്പോലെ അങ്ങനെ പറയും. നിർമ്മിച്ചപ്പോഴും കോൺഗ്രസിൽ നിന്നും ആകെ പിന്തുണ പ്രഖ്യാപിച്ചത് ശശി തരൂർ മാത്രമാണ്. അപ്പോൾ ശശി തരൂർ ഒരു പ്രശ്നാധിഷ്ഠിത പിന്തുണക്കാരനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പ്രശ്നാധിഷ്ഠിത പിന്തുണ ഇല്ല രാഷ്ട്രീയത്തിൽ അതില്ല. അതേസമയം നേതാവ് പ്രതിപക്ഷ നേതാവായി വന്നു, അങ്ങനെ വേറെ പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം മയക്കുമരുന്നിൻ്റെ ഈ ഗവൺമെൻറ് ക്യാമ്പയിൻ നടത്തുന്നു. പ്രതിപക്ഷ നേതാവിനോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കോസാണെങ്കിൽ പ്രതിപക്ഷ നേതാവിന് പറയാം ഞങ്ങളുടെ എല്ലാ സഹകരണം, അത് വേറെ കഥ. പക്ഷെ പുകഴ്ത്തിപ്പറയലും ആ പരിപാടി ഇല്ല, അങ്ങനത്തെ പരിപാടി ഇല്ല രാഷ്ട്രീയത്തിൽ. അപ്പോൾ അത് എന്താണ് ശശി തരൂർ മനസ്സിലാക്കാത്തതാണോ, മനസ്സിലാക്കിയിട്ടും തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ പ്രസൻസ് എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറുകൾ ഇറക്കുന്നതാണോ, അതോ ഇനി മറ്റെന്തെങ്കിലും ഭയം ഉള്ളിലുണ്ടോ? കേസൊക്കെ കിടക്കുകയല്ലേ. എന്താണ് യഥാർത്ഥ വിഷയം എന്നുള്ളത് ശശി തരൂരിന് മാത്രമേ അറിയാവൂ. പക്ഷെ എന്തായാലും ഒരു ശരാശരി രാഷ്ട്രീയ പ്രവർത്തന മണ്ഡലത്തിൽ അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും മറ്റുള്ളവർക്ക്, മറ്റു നേതാക്കൾക്ക്. അല്ല, അവസാന വഴിയെന്ന നിലയിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കുമോ? എനിക്ക് തോന്നുന്നു അതായിരിക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പുറത്താക്കുമ്പോൾ കോൺഗ്രസിൽ അങ്ങനെ ആരെയും പുറത്താക്കിയിട്ടുണ്ടോ? ആരെയാ പുറത്താക്കിയ? കോൺഗ്രസിലെല്ലാവരും ഇങ്ങനെ ബോളം ഉണ്ടാകും, അകത്തിരിക്കും. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ശക്തി. കോൺഗ്രസ് പുറത്താക്കില്ല. ആരെയാണ് പുറത്താക്കി? ആ നേതാവിനെ പുറത്താക്കി. നിങ്ങൾ ഇത്രയും വർഷത്തെ ചരിത്രം പറയും. CPM-ലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പത്മകുമാറിനെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ടപോനെ എടുത്ത് ബ്രാഞ്ചിലേക്ക് ഇടുകയാണ്. പുള്ളി ഒരു ബൈറ്റ് കൊടുത്തു എന്ന് വെച്ചിട്ട്, ഒരു TV-ക്ക് ഒരു ബൈറ്റ് കൊടുത്താണല്ലോ ചെയ്ത് ആദ്യത്തെ. കോൺഗ്രസിൽ അങ്ങനെ വല്ലതും നടക്കും? അങ്ങനെ നടക്കത്തില്ല. കാരണം കോൺഗ്രസ് വേറൊരു ഘടനയാണ്, വേറെ രീതിയാണ്. എത്ര നാൾ അദ്ദേഹത്തെ ഇങ്ങനെ പാർട്ടിയിൽ വച്ച് ചുമക്കും? അതിങ്ങനെ ഒരു കിടക്കും, ഇങ്ങനെ ഉയർന്നും താഴ്ന്നും കിടക്കും, അത്രേ നടക്കുള്ളൂ. അതിങ്ങനെ വരും, പ്രസ്താവന വരും, മിണ്ടാതിരിക്കും. പക്ഷെ കുറച്ചുകൂടി പക്വത വരേണ്ട സമയമെന്നാണ് എൻ്റെ ഭാഗം. ഒരു സീനിയർ ലീഡറായില്ലേ പുള്ളിയുടെ. അപ്പോൾ സീനിയർ ലീഡറായ സ്ഥിതിക്ക് പക്ക രാഷ്ട്രീയം പഠിക്കുകയും അതിനനുസരിച്ചുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യണം. അപ്പോൾ പ്രത്യേകിച്ച് ഭരണകക്ഷിക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അത് വളരെ സന്തോഷത്തോടെ കൊണ്ടുപോവുകയും നമ്മുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ പറഞ്ഞതുപോലെയൊക്കെയുള്ള പറയൽ വരികയും അത് കോൺഗ്രസിൻ്റെ മറ്റുള്ള നേതാക്കൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ, പൊളിറ്റിക്കൽ മറ്റുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യാനും, മോഡി ആയാലും എൻ്റെ പിണറായി ആയാലും അറ്റാക്ക് ചെയ്യാനും, അറ്റാക്കാണല്ലോ, ഡിഫെൻഡ് ചെയ്യലും അറ്റാക്ക് ചെയ്യലും ആണല്ലോ. ഞങ്ങൾക്കെതിരെ വരുന്ന കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യുക, ഓപ്പോസിറ്റ് പാർട്ടി അറ്റാക്ക് ചെയ്യുക, ഇതാണല്ലോ യുദ്ധവും പ്രതിരോധവും ആണല്ലോ പൊളിറ്റിക്കൽ ഫീൽഡ്. അപ്പോൾ അത് ആർക്കും മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ ശശി തരൂരിന് മനസ്സിലായിട്ടില്ല, ഇതുവരെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം പൊളിറ്റീഷ്യൻ ആയിട്ടില്ല, ഇപ്പോഴും എവിടെ നിൽക്കുന്നേ ഉള്ളൂ,
വിശ്വപൗരനായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇതിലേക്ക് ലയിച്ചിട്ടില്ല, സമ്പൂർണ്ണമായി ലയിച്ചിട്ടില്ല. അതിൻ്റെ പ്രശ്നമാണ് ഈ കാണുന്നത്.